ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആരായിരിക്കും പിൻഗാമി എന്നുള്ളതാണ്. അങ്ങനെ പിൻഗാമി പലരുമാകുമെന്ന് പറഞ്ഞു. അറാഫി എന്ന് പറയുന്ന ഒരാളെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് മകനായിട്ടുള്ള മുജ്തബ ഖമനേയി ഈ അനന്തരാവകാശിയായിട്ട് വരും എന്ന് പറഞ്ഞാൽ അയത്തുള്ള അലി ഖമനേയിയുടെ രണ്ടാമത്തെ മകനാണ് ഈ മുജ്തബ ഖമനേയി. ഇയാളെ സംബന്ധിച്ചുള്ള പ്രത്യേകത ഇയാൾക്ക് 1000 കോടി രൂപയുടെ ആസ്തി വിവിധ രാജ്യങ്ങളായിട്ടുണ്ട്. അപ്പം എല്ലായ്പ്പോഴും ഇറാൻ്റെ ഈ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന അവിടുത്തെ പരമോന്നത നേതാവായിട്ട് ആര് വരുന്നോ ആ വ്യക്തിയായിരിക്കും. ഇവിടെ ഇപ്പോൾ ഖമനേയി പെട്ടെന്ന് വരുന്നതിനെതിരെ എതിർപ്പൊക്കെ ഉണ്ട്. കാരണം ഇയാൾക്ക് ആയത്തുള്ള അല്ല, അതുകൊണ്ട് ഒരു പണ്ഡിതനല്ലാത്ത ഒരാളെ അങ്ങനെ പദവിയിലേക്ക് വരണോ. പക്ഷേ യുദ്ധസമാനമായ സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം മുജ്തബയെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ മുജ്തബ വന്നാൽ യുദ്ധം തീരുമോ? മുസ്തഫ വന്ന യുദ്ധം തീരുമോ എന്നുള്ളതല്ല, യുദ്ധം അതിൻ്റെ മൂർച്ഛന്യാവസ്ഥയിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു തന്തേക്കാട്ടി വലിയ കേമന മോനെന്നുള്ള രീതിയിലേക്ക് ആ വാർത്ത വരുന്നു. ഇതിനകത്ത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ ഇപ്പം ഖമേനിയുടെ ഇഷ്ടം മക്കൾ രാഷ്ട്രീയമല്ലായിരുന്നു അല്ല. പക്ഷേ ഖമേനിക്ക് വേറെ ചില താല്പര്യങ്ങളായിരുന്നു. അങ്ങനെ പാടില്ല, മകനല്ല വരേണ്ടത്, അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന് മതപഠനമൊക്കെയുള്ള ആളാണ്. പക്ഷേ ഇപ്പം അവർ നോക്കുമ്പം അവിടെ ഖമേനിയോടുള്ള ജനവികാരം, അയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അവരുടെ താല്പര്യങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ അതുകൂടി മുഖവിലേക്ക് എടുത്തിട്ടാണ് ഖമേനിയുടെ മകനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ മോനെ മത്സരിപ്പിക്കുന്ന പോലെ ആ ഒരു തത്വം തന്നെ. പക്ഷേ ആര് വന്നാലും ഇന്ന് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതവൻ വന്നാലും പിൻഗാമി ആരെന്നുള്ളതല്ല, ആര് വന്നാലും ഞങ്ങൾ അവനെ കാച്ചു വന്നു ആണ് ഇസ്രായേലാണ് പറയുന്നത്. നമ്മൾ ഇസ്രായേൽ പറയുന്നത് കൊണ്ട് ഈ ട്രംപ് പറയുന്നത് പോലെ അല്ല ഇറാൻ പറയുന്നത് പോലെയൊന്നുമല്ല. ഇസ്രായേലിൽ പറഞ്ഞാൽ ചെയ്തിരിക്കും. ഇല്ല നമ്മളൊരു സിനിമയ്ക്കകത്ത് രേനിയ എന്ന് പറയുന്നത് 100 തടവ് സ്വന്ന 100 തടവ് സ്വന്ന മാതിരി എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ ചെയ്തിരിക്കും. അത് നമ്മൾ ഇതുവരെ അവരുടെ ഒരു രീതികളും കാര്യങ്ങളും ഒരു കാര്യത്തിനകത്ത് പോലും അതിനകത്ത് വ്യത്യാസം പറഞ്ഞാൽ ചെയ്തിരിക്കും. നമ്മൾ കണ്ടില്ലേ ഹിസ്ബുള്ളയുടെ വിഷയത്തിൽ, ഹമാസിന്റെ വിഷയത്തിൽ അവസാനം വന്നേ ഇരിക്കുന്നേ നേരത്തെ തള്ളായിരുന്നു തലവനായിട്ടിരിക്കാൻ, പിന്നെ ഇരിക്കാനല്ലാത്ത അവസ്ഥയിലേക്ക് ഇതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരും ഇറാന്റെ കാര്യവും. ഇറാനകത്ത് ഇപ്പം യുദ്ധം വലിയ വലിപ്പത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അതിനകത്ത് പുറത്തുനിന്ന് കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ UN കയറി കാര്യം പറഞ്ഞിട്ട് ഉള്ളതൊക്കെ ഉള്ളൂ റഷ്യയും ചൈനയും. നാളെ കാലത്ത് അതിനകത്തോട്ട് എത്രത്തോളം കയറി ഇടപെടും എന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ചൈന വല്ല ആയുധങ്ങളും കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബലം കൊണ്ടാണോ യുദ്ധം ഇവിടെ ആരും ചർച്ചയ്ക്ക് വരേണ്ട, ചർച്ച ഇനി ഇല്ല എന്ന് പറയുന്നതിനകത്തൊക്കെ അവർക്കെന്തെങ്കിലും രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും റഷ്യ പോലെയും ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ ഒരു ഈ കൈയും അല്ലെങ്കിൽ ഇടപെടലും ഒക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഏതായാലും അവർ രണ്ടും കൽപ്പിച്ച് ഈ റെജീം ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. റെജീം ചേഞ്ച് ഉദ്ദേശിക്കുമ്പം ഖമേനി മാറിയിട്ട് ഖമേനിയെക്കാട്ടി വലിയ ആൾ വരികയും കാര്യമൊന്നുമില്ല, ആ സിസ്റ്റത്തിൽ കാര്യങ്ങൾ ഓടുകയും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് മാറ്റം വരുത്താൻ ഒരുപക്ഷെ US-ഉം ഇസ്രയേലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ മൊത്തത്തിൽ മാറ്റും. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു സിസ്റ്റം ഇരിപ്പുണ്ടല്ലോ, അവരുടെ കയ്യിലാണല്ലോ കാര്യങ്ങൾ, അവർ തന്നെയാണല്ലോ ഓടിക്കുന്നത്, അവരുടെ സിസ്റ്റമായിട്ട് ഇരിക്കുന്ന അവിടുത്തെ ഈ പട്ടാള മേധാവികൾക്ക് നല്ലതുപോലെ പ്രയോജനമുണ്ട്. അപ്പം അവരിങ്ങനെ നിൽക്കുകയാണ് ആ സിസ്റ്റം മാറാതിരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ആര് വന്നാലും ആ സിസ്റ്റം മാറാതിരിക്കുന്നതിന് വേണ്ടി തോറ്റു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. മാറാൻ തയ്യാറല്ല, തോപ്പിക്കോ എന്നുള്ള രീതിയാണ്. അതിനകത്ത് ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഇടയ്ക്ക് വെച്ചൊരു ചർച്ചയൊക്കെ വന്നാൽ ഇവർക്ക് തന്നെ നിലനിൽക്കുകയും ചെയ്യാറ്. ഏതായാലും ഫ്രാൻസ് ഇടപെട്ടിട്ടുണ്ട്, അതുപോലെ സ്പെയിൻ, മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ GCC രാജ്യങ്ങളെ സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ സൗദി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ യുദ്ധം ചെയ്യുകയും ആ GCC രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ നിർബന്ധമായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും അപ്പോൾ പിന്നെ അവരുടെ വ്യോമത്താവളങ്ങൾ അമേരിക്കക്ക് ഉപയോഗിക്കാമല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ഖമനേയി കൊല്ലപ്പെടുന്നു. ഈ കൊല്ലപ്പെട്ടപ്പോഴേക്കും അവിടെ വിഘടിച്ചിരുന്ന ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു. കാരണം ഞങ്ങളുടെ പരമോന്നത നേതാവ് ഇതുവരെ പ്രശ്നമായിരുന്നു, പക്ഷെ എന്നാലും നമ്മുടെ ഒരു നമ്മുടെ നേതാവിനെ കൊന്നല്ലോ, ആ കൊന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കണം. അപ്പം നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാനും വേണ്ടിയില്ല, അമേരിക്കയ്ക്ക് ഇട്ട് പണി കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ സൗദിക്ക് ഇട്ട് പണി കൊടുക്കണം, അല്ലെങ്കിൽ ഖത്തറിനിട്ട് പണി കൊടുക്കണം. അതുകൊണ്ടാണ് ഇവർ ഒന്നിച്ചത്. ആ ഒരു ആനുകൂല്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് മകനെ പിടിച്ച് ഇപ്പം ഈ പറയുന്ന പദവിയിലേക്ക് ഇരുത്തുന്നത്. ഈ മകൻ വരുമ്പോൾ മകൻ ഇതിനെക്കാട്ടിയും വലിയ തീവ്രവാദിയാണ്. കാരണം അച്ഛന് മകനെ ഇങ്ങനെ അനന്തരാവകാശിയാകാൻ താല്പര്യമില്ല. പക്ഷേ ഇവർ ഇതിൻ്റെ ഒരു ഗാർഡിയൻ കൗൺസിൽ ഉണ്ട്, അതായത് ഈ അടുത്ത അനന്തരാവകാശി ആരാണ് തീരുമാനിക്കുന്നത്.
ആ കൗൺസിൽ യോഗം ചേർന്നിട്ട് ഇയാൾ മതി എന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ കിട്ടി. അപ്പോൾ അമേരിക്കയുടെ പ്ലാൻ ഇവിടെ നടക്കില്ല. അത് തന്നെയായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ആയുധങ്ങളെല്ലാം എടുത്ത് അമേരിക്കക്കെതിരെ അങ്ങ് യുദ്ധം ചെയ്യാം. ഇവിടെ സംഭവിക്കാൻ പോകുന്ന അമേരിക്ക അവസാനം പിന്തിരിഞ്ഞോടേണ്ടി വരുമോ? അല്ല, അമേരിക്ക പിന്തുടർന്നോടേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ യുദ്ധം അമേരിക്ക അല്ലല്ലോ, ഇസ്രായേലാണ് യുദ്ധം. ഇസ്രായേലാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തോറ്റാൽ അമേരിക്കയ്ക്ക് എന്ത്? അമേരിക്കയ്ക്ക് ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് കൊടുത്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നിന്ന് കൊടുക്കുന്നു. പിന്നെ താല്പര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക വഴിക്ക് വെച്ച് കളഞ്ഞേനെ ഇത്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദൂരം എത്ര വലുപ്പത്തിലാണ്. ഇതിനകത്ത് എത്ര പറയുമ്പോഴും സിനു, ഇതിനകത്ത് ഈ സാധനം ഉണ്ടായാൽ ആദ്യം ഇവന്മാരെടുത്ത് ഇസ്രായേലിൻ്റെ തലക്കിടും ഇത്. ഇസ്രായേലിനാണ് ഇതിനകത്ത് വേണ്ടത്. ബാക്കിയുള്ളവരെല്ലാം അത് കഴിഞ്ഞേ ഉള്ളൂ, പിന്നെ ആലോചിക്കാമെന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് യുദ്ധം ചെയ്യുന്ന ആരാ? ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനകത്തൊരു പ്രതീക്ഷ വയ്ക്കാമെന്ന് എൻ്റെ അഭിപ്രായം. അമേരിക്ക ആണെങ്കിൽ കണക്കാണ്. ഇസ്രായേലാണെങ്കിൽ ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹമാസിനെ ഹിസ്ബുള്ളയെ ഒതുക്കി എങ്ങനെ നേതാക്കന്മാരെ ഉൾപ്പെടെയുള്ളവരെ വരുന്നവനെ കാച്ചി യുദ്ധം ചെയ്യാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക്. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, ഇതിനകത്ത് മൊത്തം ഇസ്രായേലിൻ്റെ ചാരന്മാരാണ്. നമ്മൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഇസ്രായേലിലെ ചാരന്മാർ കഴിഞ്ഞ ദിവസം ഇവർ പുതിയ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നത് 80 അംഗ മത പണ്ഡിതന്മാരാകുമാരെ തിരഞ്ഞെടുക്കുക. അവന്മാരതിൻ്റെ ഇത് വലിയ കക്ഷി, ഇത് വല്ലാത്തൊരു സിസ്റ്റമാണല്ലോ. അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇവർ പോകുമ്പോട്ടു. കാരണം ഇത് എവിടെ കൂടുന്നത്? ഇത്രയും രഹസ്യമായിട്ടും ഇത്രയും വിശാലമായിട്ട് ഇത്രയും ബങ്കറും ഒക്കെ ഉള്ള രാജ്യത്ത് ആ സ്പോട്ട് എത്ര സാറ്റലൈറ്റ് സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ മറയ്ക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ഇവരുടെ കയ്യിലും കാണുമല്ലോ. അവർ മോശമല്ല. അപ്പം ഇതിനകത്ത് നിന്ന് ചാരപ്പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എവിടെ ഇരുന്നാലും ഇപ്പം കൊല്ലുമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ആട് വയ്ക്കുക, അവനെ കൊന്നുകൂടെ? അപ്പം അതുപോലെ അപ്പം ഈ യുദ്ധത്തിനകത്ത് യുദ്ധം വലിയ വില കൊടുക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസത്തെ ചെലവ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ചെലവ് മാത്രം 30,000 കോടി രൂപ അല്ലേ ഇന്ത്യ മണി അമേരിക്ക ചിലവുണ്ടെന്നാണ് പറയുന്നത്. ഒരുക്കത്തിന് മാത്രം 6,000 കോടി രൂപയോ ഒരു ദിവസത്തെ 6,000 കോടി രൂപ. ആ രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അമേരിക്കക്കകത്ത് വലിയ പ്രശ്നമാണ്. അമേരിക്ക പറയുന്നത് ഇത് എന്തിനു ചെയ്യുക, ആർക്ക് വേണ്ടി ചെയ്യുക? അമേരിക്ക പാപ്പരായി പോകത്തില്ലേ എന്നിപ്പം അതിനകത്ത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ട്രംപ് പറയുന്നത് മുഖവിലേക്ക് എടുത്തിട്ട് കാര്യമില്ല. ട്രംപിനൊന്നും അറിയത്തില്ല, വാരി വരിച്ച് കാര്യം പറയും. പിറ്റേന്ന് രാവിലെ ഇപ്പോൾ യുദ്ധം 1 മാസം നീണ്ടുപോകുമെന്നൊക്കെ പറയുമോ, പിറ്റേന്ന് ഇയാൾ വേണമെങ്കിൽ പറയും തീർന്നെന്ന് പറയും. ഇത് വേറെ ഭരണാധികാരിയാണ്. അതേസമയം അവർ പറഞ്ഞത് 4 ദിവസം കൂടെ ഉള്ള യുദ്ധം, അല്ലെങ്കിൽ 4 ദിവസം കൊണ്ടേ ഉള്ള യുദ്ധം എന്നല്ല, 4 ദിവസം വൃത്തിയായിട്ട് അടിക്കാനുള്ള സാധനമേ ഉള്ളൂ ഇറാനെന്ന്. ഇപ്പം അതേ രീതിയിൽ അടിച്ച് പരത്തിക്കളഞ്ഞ് ഈ 2000 സ്പോട്ടിലപ്പാ ഒരേ സമയം ബോംബിട്ടുകൊണ്ടിരിക്കുന്നത്. 2000 സ്പോട്ട് നിസ്സാരമാണ്. 2000 ഒന്ന് ആലോചിച്ച് നോക്കി. 2000 സ്പോട്ടിൽ ഒരേ സമയം ഇവർ രണ്ടുപേരുടെ മിസൈലിട്ട്. അതുപോലെ അതിനകത്ത് 5400 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 1000-ഓളം പേർക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട്. 1000-ഓളം പേര് മരണപ്പെട്ടെന്ന് ഔദ്യോഗികമായിട്ട് അതിനകത്തുനിന്ന് വരുന്ന റിപ്പോർട്ടാണ്. എത്ര പേര് എത്താണെന്ന് അവർക്ക് മനസ്സിലായോ? അപ്പം ഇതേ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ഏതായാലും ഇസ്രായേൽ പറഞ്ഞതുകൊണ്ട് അതിനകത്ത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവർ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. അവർക്കതിനകത്ത് പ്ലാനിങ് ഉണ്ട്. അവർക്ക് ഇറാൻ്റെ ഇപ്പം ഇരട്ടി വൈരാഗ്യമല്ലേ, അമേരിക്ക ചത്തു കഴിഞ്ഞപ്പോഴത്തേന് വൈരാഗ്യത്തിൻ്റെ അപ്പം യുദ്ധം ചെയ്തുകൊണ്ട് പ്രയോജനമില്ലാതായി പോകത്തില്ലേ? അവർക്ക് അതിനകത്ത് ആണവായുധം ഉണ്ടാവാതിരിക്കുകയും ഇവർക്കെതിരെ നിൽക്കുന്ന ഈ സംവിധാനത്തെ മാറ്റുകയും ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള യുദ്ധമാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടത് അങ്ങനെ തീർത്തേ ഇസ്രായേൽ പിന്മാറത്തുള്ളൂ എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.